ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 6 കൂട്ടാതെ കൂട്ടാം. കൂട്ടുകാർ ചിത്രം വരയ്ക്കാറുണ്ടല്ലോ. നിറം നൽകി ഭംഗിയാക്കാനും നിങ്ങൾക്കറിയാം. ഈ പാഠത്തിന്റെ ആദ്യ പേജിൽ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താമോ? ഒളിച്ചിരിക്കുന്ന ചിത്രം കണ്ടെത്താൻ താഴെ കൊടുത്തിരിക്കുന്ന ഗുണനക്രിയകൾക്ക് ഉത്തരമായി വരുന്നവയ്ക്ക് നിറം നൽകിയാൽ മതി. ചോദ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന അതേ നിറം തന്നെ മുകളിൽ കൊടുത്ത ചിത്രത്തിലെ ഉത്തരം വരുന്ന കളങ്ങളിൽ നൽകണം. ആദ്യത്തേത് എന്താണ്? 7 ഗുണം 7. 7 ഗുണം 7 49. 49 എന്ന ഉത്തരം വരുന്ന കളത്തിന് നിറം നൽകുക. അടുത്തതോ 8 ഗുണം 6. 8 ഗുണം 6 എത്രയാണ്? 48 ആണ്. 48 എന്ന കളത്തിൽ നിറം നൽകാം. 6 ഗുണം 9. 54 ആണ്. 54 എന്ന കളത്തിൽ നിറം നൽകണം. അടുത്തതോ 5 ഗുണം 8 എത്രയാണ്? 40. 40 എന്നെഴുതിയിരിക്കുന്ന കളത്തിൽ നിറം നൽകാം. 7 ഗുണം 3 21. 9 ഗുണം 4 36. ഇതുപോലെ ഗുണനക്രിയകൾ ചെയ്ത് ഉത്തരമായി വരുന്ന കളത്തിൽ അനുയോജ്യമായ നിറം നൽകി പൂർത്തിയാക്കുക. പിറന്നാൾ. മനുവിന്റെ പിറന്നാളാണ്. പായസമുണ്ടാക്കാൻ 5 കവർ പാൽ വാങ്ങി. ഒരു കവർ പാലിന് 18 രൂപയാണ് വില. പാലിന്റെ ആകെ വില എന്ത്? എങ്ങനെ കണ്ടെത്തും? 18നെ 5 പ്രാവശ്യം എഴുതി കൂട്ടിയാൽ മതി. 18നെ 5 കൊണ്ട് ഗുണിച്ചാലും മതി. എളുപ്പം ഏതാണ്? 18നെ 5 കൊണ്ട് ഗുണിക്കുന്നതാണ്. 18നെ 5 പ്രാവശ്യം എഴുതി കൂട്ടുന്നതിനു പകരം 18 ഗുണിക്കണം 5. ഒരു സംഖ്യയെ ആവർത്തിച്ച് കൂട്ടുന്നതിനു പകരം അതിന്റെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. 18 ഗുണം 5 എങ്ങനെ ഗുണിക്കാം? 10 കൂട്ടണം 8 ആണല്ലോ 18. അതെ, 10നെ ആദ്യം 5 കൊണ്ട് ഗുണിക്കാം. 10 ഗുണം 5 കൂട്ടണം 8 ഗുണം 5. 10 ഗുണം 5 50 ആണ്. കൂട്ടണം 8 ഗുണം 5 40 ആണ്. 50ഉം 40ഉം 90. ക്രിയാരൂപം എങ്ങനെയാണെന്ന് നോക്കൂ. 8 ഗുണം 5 40 ആണ്. 10 ഗുണം 5 50 ആണ്. 40ഉം 50ഉം കൂട്ടിയാൽ 90. 5 കവർ പാലിനു പകരം 12 കവറാണ് വാങ്ങിയിരുന്നതെങ്കിലോ എങ്ങനെയാണ് കണ്ടെത്തുക? 18 ഗുണം 12 എങ്ങനെ എഴുതാം? 10 ഗുണം 10 കൂട്ടണം 10 ഗുണം 2 കൂട്ടണം 8 ഗുണം 10 കൂട്ടണം 8 ഗുണം 2 എന്നെഴുതാം. 10 ഗുണം 10 എത്രയാണ്? 100 ആണ്. 10 ഗുണം 2 20 ആണ്. 8 ഗുണം 10 80. 8 ഗുണം 2 16. 100ഉം 20ഉം 80ഉം 16ഉം തമ്മിൽ കൂട്ടിയാൽ 216. മറ്റൊരു രീതിയിൽ എങ്ങനെ ചെയ്യാം? 18 ഗുണം 12 കണ്ടെത്താൻ 18നെ 10 കൊണ്ടും 2 കൊണ്ടും ഗുണിച്ച് കൂട്ടിയാലും മതി. 18 ഗുണം 2 കൂട്ടണം 18 ഗുണം 10.
18 ഗുണം 2 36 ആണ്. 18 ഗുണം 10 180 ആണ്. 180 കൂട്ടണം 36 216. മനക്കണക്കായി കണ്ടെത്തൂ. 25 ഗുണം 12 സമം 300 ആണ്. അങ്ങനെയെങ്കിൽ 25 ഗുണം 24 എത്രയായിരിക്കും? 25നെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 300. 25 ഗുണം 24 12ന്റെ ഇരട്ടിയല്ലേ 24? അതെ. അങ്ങനെയെങ്കിൽ ഉത്തരം എത്രയായിരിക്കും? 300ന്റെ ഇരട്ടിയായിരിക്കും. 600. 25 ഗുണം 48 എത്രയായിരിക്കും ഉത്തരം? 12ന്റെ ഇരട്ടിയാണ് 24. 24ന്റെ ഇരട്ടിയാണ് 48. അങ്ങനെയെങ്കിൽ ഉത്തരം എത്രയാണ്? 600ന്റെ ഇരട്ടി ആയിരിക്കില്ലേ? അതെ, 600ന്റെ ഇരട്ടി 1200. അടുത്തതോ? 25 ഗുണം 6. 25 ഗുണം 12 300 ആണ്. 12ന്റെ പകുതിയാണ് 6. അങ്ങനെയെങ്കിൽ ഉത്തരം എത്രയായിരിക്കും? 25 ഗുണം 6 സമം 180. അടുത്തത് നോക്കൂ. 17 ഗുണം 12 204 ആണ്. 18 ഗുണം 12 എത്രയാണ്? 17 ഗുണം 12ഉം 18 ഗുണം 12 എത്രയാണ് കൂടിയത്? 1 കൂടിയത്. ആദ്യത്തേത് 17 ആണ്. രണ്ടാമത്തേത് 18 ആണ്. 17 ഗുണം 12 204 ആണെങ്കിൽ 18 ഗുണം 12 എത്രയായിരിക്കും? ഒരു 12 കൂടിയല്ലേ കൂടിയുള്ളൂ. ആദ്യത്തേതിൽ 17 12 ആണ്. രണ്ടാമത്തേതിലോ 18 12 ആണ്. ഒരു 12 ആണ് കൂടിയത്. അങ്ങനെയെങ്കിൽ 204 കൂട്ടണം 12 ആയിരിക്കില്ലേ ഉത്തരം? അതെ. 204നോട് 12 കൂട്ടുക. 216. 216 ആയിരിക്കും ഉത്തരം. അടുത്തതോ? 19 ഗുണിക്കണം 12. 18 ഗുണം 12 216 ആണ്. 19 ഗുണം 12 എത്രയായിരിക്കും? 216നോട് 12 കൂട്ടുന്നതായിരിക്കില്ലേ? അതെ. എത്രയാണ്? 228. അടുത്തതോ? 16 ഗുണം 12 എത്രയായിരിക്കും? 17 ഗുണം 12 204 ആണ്. അങ്ങനെയെങ്കിൽ ഒന്നല്ലേ ഇവിടെ കുറവായിട്ടുള്ളത്? 204ൽ നിന്ന് 12 കുറയ്ക്കുന്നതായിരിക്കില്ലേ ഉത്തരം? അതെ. 16 ഗുണം 12 സമം 204 കുറയ്ക്കണം 12 192. ഇവിടെ 12 കൊണ്ട് ഗുണിക്കേണ്ട സംഖ്യകൾ ഒന്നു വീതം കൂടിക്കൂടിയാണ് പോകുന്നത്. 17, 18, 19. അങ്ങനെയാവുമ്പോൾ ആദ്യത്തെ ഉത്തരത്തിനോട് 12 കൂട്ടുന്നതായിരിക്കും തൊട്ടടുത്തതിന്റെ ഉത്തരം. 17, 18 204നോട് 12 കൂട്ടി. 19 ആവുമ്പോഴോ 216നോട് 12 കൂട്ടി എഴുതി. 17ൽ നിന്ന് 1 കുറവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരത്തിൽ നിന്ന് 12 കുറയ്ക്കുക. സമ്മാനം. ഒന്നിന് 26 രൂപ വിലയുള്ള 1 ഡസൻ കളർ പേനകളാണ് മനുവിന് കൂട്ടുകാർ സമ്മാനമായി നൽകിയത്. പേനകൾ വാങ്ങാൻ എത്ര രൂപ ചെലവായി? 1 ഡസൻ. 1 ഡസൻ എന്നാൽ 12 എണ്ണമാണ്. ഒരെണ്ണത്തിന് എത്ര രൂപയാണ് വില? 26 രൂപയാണ് വില. അങ്ങനെയെങ്കിൽ 12 പേനകൾ വാങ്ങാൻ എത്ര രൂപ ചെലവായി? എങ്ങനെയാണ് കണ്ടെത്തുക? 26 ഗുണം 12 ആണ്. 26നെ 12 കൊണ്ട് ഗുണിക്കാൻ 26നെ ആദ്യം 10 കൊണ്ട് ഗുണിക്കാം. എന്നിട്ടോ കിട്ടുന്ന ഗുണനഫലത്തോട് 26നെ 2 കൊണ്ട് ഗുണിച്ചതും കൂടി കൂട്ടിയെഴുതുക. 26 ഗുണം 10 എത്രയാണ്? 260 ആണ്. കൂട്ടണം 26 ഗുണം 2 52 ആണ്. 260 കൂട്ടണം 52
എത്രയാണ്? 312. 26നെ നേരിട്ട് 12 കൊണ്ട് ഗുണിക്കുമ്പോഴോ? ആദ്യം എന്താണ് ചെയ്യേണ്ടത്? 1ന്റെ സ്ഥാനത്തെ അക്കമായ 2 കൊണ്ട് ആദ്യം ഗുണിച്ചെഴുതുക. 2 6 12. 2 എന്നെഴുതി ശിഷ്ടം 1. 2 ഗുണം 2 4. 4നോട് ശിഷ്ടം 1 കൂട്ടി 5 എന്നെഴുതി 52. ഇനിയോ രണ്ടാമതായി 10ന്റെ സ്ഥാനത്തെ അക്കമായ 1 കൊണ്ട് ഗുണിച്ച് 10ന്റെ സ്ഥാനം മുതൽ ഇടത്തോട്ട് എഴുതണം. 1 ഗുണം 6 6. അത് എഴുതേണ്ടത് 10ന്റെ സ്ഥാനത്താണ്. 1 ഗുണം 2 2 എന്നെഴുതി. ഇനിയോ തമ്മിൽ കൂട്ടുക. ഒറ്റയുടെ സ്ഥാനത്തെ 2 ഇറക്കി എഴുതി. 5ഉം 6ഉം 11. 1 എന്നെഴുതി ശിഷ്ടം 1. 2ഉം ശിഷ്ടം 1ഉം കൂടി കൂട്ടുമ്പോൾ 3. 312 എന്ന് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. പായസം ഉണ്ടാക്കാൻ 3 കിലോഗ്രാം പഞ്ചസാരയാണ് വാങ്ങിയത്. 34 രൂപയാണ് 1 കിലോഗ്രാം പഞ്ചസാരയുടെ വിലയെങ്കിൽ ആകെ എത്ര രൂപ നൽകണം? എത്ര കിലോഗ്രാം പഞ്ചസാരയാണ് വാങ്ങിയത്? 3 കിലോഗ്രാം ആണ്. 1 കിലോയുടെ വില 34 രൂപയാണ്. കണ്ടെത്തേണ്ടത് എന്താണ്? 3 കിലോയുടെ വിലയാണ് കണ്ടെത്തേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? 34 ഗുണിക്കണം 3. ഗുണിച്ചു നോക്കൂ. 4 ഗുണിക്കണം 3 12. 2 എന്നെഴുതി ശിഷ്ടം 1 ഉണ്ട്. 3 ഗുണം 3 9. 9 കൂട്ടണം 1 10. 102 എന്ന് ഉത്തരം കിട്ടും. വേറൊരു രീതിയിൽ എങ്ങനെ ചെയ്യാം? 30 കൂട്ടണം 4 അല്ലേ 34? അതെ, 30നെ 3 കൊണ്ട് ഗുണിക്കാം. 30 ഗുണം 3 90 ആണ്. 3 30 90 ആണ്. പിന്നെയോ 4 ഗുണം 3 4 ഗുണം 3 12 ആണ്. 90 കൂട്ടണം 12 102 എന്ന് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ഒരു കവർ സേമിയയുടെ വില 24 രൂപയാണ് എങ്കിൽ 6 കവർ സേമിയ വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം? ഒരു കവറിന്റെ വില 24. 6 കവർ വാങ്ങാനോ? 24 ഗുണം 6. 24നെ 6 കൊണ്ട് ഗുണിക്കുക. 6 4 24. 4 എന്നെഴുതി ശിഷ്ടം 2. 2 6 12. 12 കൂട്ടണം 2 14. 144 എന്ന് ഉത്തരം കിട്ടും. മറ്റൊരു രീതിയിൽ എങ്ങനെ ചെയ്യാം? 20 കൂട്ടണം 4 ആണ് 24. 20നെ 6 കൊണ്ട് ഗുണിക്കുക. ആ സംഖ്യയോട് 4നെ 6 കൊണ്ട് ഗുണിച്ച സംഖ്യ കൂട്ടുക. 20 ഗുണം 6 എത്രയാണ്? 2 6 12. ഒരു 0 ചേർത്ത് കൊടുക്കാം. 120. 20 ഗുണം 6 120 ആണ്. കൂട്ടണം 6 ഗുണം 4 24. 120നോട് 24 കൂട്ടുക. 144 എന്ന് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. 89 രൂപ വീതം വിലയുള്ള 7 കേക്കുകളാണ് കൂട്ടുകാർക്ക് നൽകാനായി മനു വാങ്ങിയത്. 7 100 രൂപ നോട്ടുകളാണ് കടയിൽ നൽകിയതെങ്കിൽ എത്ര രൂപ ബാക്കി ലഭിക്കും? ഒരു കേക്കിന്റെ വില എത്രയാണ്? 89 രൂപയാണ്. എത്ര കേക്കുകളാണ് വാങ്ങിയത്? 7 കേക്കുകളാണ് വാങ്ങിയത്. 7 കേക്കുകളുടെ വില ആദ്യം കണ്ടെത്തണം. 89 ഗുണിക്കണം 7 എത്രയാണ്? ഗുണിച്ചു നോക്കൂ. 89 ഗുണിക്കണം 7. എളുപ്പത്തിൽ എങ്ങനെ ഗുണിക്കാം? 90 ഗുണിക്കണം 7 ചെയ്യുക. 90 ഗുണിക്കണം 7 എത്രയാണ്? 7 9 63. 0 ചേർത്ത് കൊടുക്കുക. 630 എന്ന് ഉത്തരം കിട്ടും. ഇവിടെ 89 കൊണ്ടാണ് 7നെ ഗുണിക്കേണ്ടത്. 90 ഗുണം 7 ആണ് 630. 630ൽ നിന്ന് ഒരു 7 കുറച്ചാൽ പോരെ? അതെ, 623 എന്ന് ഉത്തരം കിട്ടും. നേരിട്ട് ഗുണിക്കുമ്പോഴോ? 89 ഗുണിക്കണം 7 എത്രയാണ്? 7 9 63. 3 എന്നെഴുതി ശിഷ്ടം 6. 7 8 56.
56 കൂട്ടണം ശിഷ്ടം 6 എത്രയാണ്? 62. 623 എന്ന് ഉത്തരം കിട്ടും. 623 രൂപയാണ് 7 കേക്കുകളുടെ വില. ഇനി എന്താണ് കണ്ടെത്തേണ്ടത്? 7 100 രൂപ നോട്ടുകളാണ് മനു കടയിൽ നൽകിയത്. 7 100 രൂപ എന്നാൽ 700. എങ്കിൽ ബാക്കി എത്ര കിട്ടുമെന്നല്ലേ കാണേണ്ടത്? അതെ, 700 കുറയ്ക്കണം 623. കുറച്ചു നോക്കൂ, എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 77 എന്ന് ഉത്തരം കിട്ടും. 77 രൂപയാണ് ബാക്കി ലഭിക്കുക. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 ഗുണം 10 50 ആണ്. 8 ഗുണം 10 80 ആണ്. എന്താണ് ഇവിടെ ചെയ്തത്? 5നെ 10 കൊണ്ട് ഗുണിക്കാൻ 5ന്റെ കൂടെ ഒരു 0 ചേർത്ത് കൊടുത്തു, 50 എന്നെഴുതി. 8നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 8നോടൊരു 0 ചേർത്ത് കൊടുത്തു, 80 എന്നെഴുതി. അങ്ങനെയെങ്കിൽ 12 ഗുണം 10 എത്രയാണ്? 12ന്റെ വലതുവശത്തൊരു 0 ചേർക്കുക, 120. 14 ഗുണം 10 140. 27 ഗുണം 10 270 ആണ്. ഏതൊരു സംഖ്യയെയും 10 കൊണ്ട് ഗുണിക്കാൻ ആ സംഖ്യയുടെ വലതുവശത്ത് ഒരു 0 ചേർത്ത് കൊടുത്താൽ മതിയാകും. 30 ഗുണം 10 എത്രയായിരിക്കും? 300 ആയിരിക്കും. 45 ഗുണം 10 450 ആയിരിക്കും. 10 കൊണ്ട് ഗുണിക്കാൻ ഒരു 0 ചേർത്ത് കൊടുത്തത്. അങ്ങനെയെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുമ്പോഴോ? അതെ, 2 0 ചേർത്ത് കൊടുക്കണം. 5 ഗുണം 100 500 ആണ്. 8 ഗുണം 100 800 ആണ്. 12 ഗുണം 100 1200 ആണ്. 14 ഗുണം 100 1400. 27 ഗുണം 100 2700. ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.